മുഹമ്മദ് റിയാസ് മാധ്യമ കടന്നാക്രമണത്തിന്റെ ഇരയെന്ന് CPM പ്രവർത്തന റിപ്പോർട്ട്. എന്നാൽ അവൈലബിൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മറ്റൊരു യുവ നേതാവായ M സ്വരാജിനെ പാർട്ടി ഉപദേശിക്കുന്നു. ഇടക്കാലത്ത് സജീവമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് EP ജയരാജനും MV ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഭാഗത്താണ് പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. സർക്കാരിനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. അതുകൊണ്ടുകൂടിയാണ് റിയാസ് മാധ്യമവേട്ടയ്ക്കിരയാകുന്നത് എന്ന് സംഘടനാ റിപ്പോർട്ട്. M സ്വരാജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആണ്. ചിന്തയുടെയും കർഷക സംഘത്തിന്റെയും വിദ്യാർത്ഥി രംഗത്തിന്റെയും ചുമതലയുണ്ട്. പാർട്ടി കേന്ദ്രം ഏൽപ്പിക്കുന്ന പ്രചരണ പരിപാടികളിൽ ഇടപെടുന്നുണ്ടെങ്കിലും അവൈലബിൾ യോഗത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നാണ് സ്വരാജിന് നൽകുന്ന ഉപദേശം. മുന്നണി കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന EP ജയരാജനെ പിന്നീട് മാറ്റി. ഇടക്കാലത്ത് സജീവമായിരുന്നില്ലെങ്കിലും സമ്മേളനഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ട് എന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാവിനെ പറ്റിയുള്ളത്. PK ശ്രീമതിക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കേണ്ടതിനാൽ സംസ്ഥാനത്ത് സജീവമാകാൻ കഴിയില്ല. പാർട്ടി കേന്ദ്രത്തിന്റെ ചുമതലയുള്ള തോമസ് ഐസക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ ശ്രദ്ധിക്കണം. AK ബാലൻ അവൈലബിൾ സെക്രട്ടേറിയറ്റിലും പാർട്ടി കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. MLA എന്ന നിലയിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ ആയ ശേഷം പാർട്ടി കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ധനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ധനമന്ത്രി KN ബാലഗോപാലിനും സംസ്ഥാന സെക്രട്ടറിയുടെ അഭിനന്ദനമുണ്ട്. KK ശൈലജ പാർട്ടി ചുമതല ഏറ്റെടുത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ട് അഭിനന്ദിക്കുന്നു. News 18 കൊല്ലം.